വടക്കൻ കേരളത്തിൽ മലബാർ മേഖലയിൽ ആർക്കൊക്കെയാണ് സാധ്യതകളുള്ളത്? പ്രത്യേകിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ UDFന്റെ വലിയൊരു മുന്നേറ്റം പ്രവചിക്കുന്ന സാഹചര്യത്തിലും വടകരയിൽ പ്രത്യേകിച്ച് ഇടതുമുന്നണിക്കൊരു മേൽക്കൈ ഉണ്ടാകുമെന്നൊക്കെയുള്ള പ്രവചനങ്ങൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. എന്താണ് മലബാറിലെ പൊതു സാഹചര്യം എന്ന് നമുക്ക് നോക്കാം. ദീപക് ധർമ്മടം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് മലബാറിൽ നിന്നുള്ള വിവരങ്ങളുമായി. ദീപക്, ഈ വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ വിശ്വസിക്കാമെങ്കിൽ അതെല്ലാം UDFന്റെ ഒരു മുന്നേറ്റം പ്രവചിക്കുന്നുണ്ട്. പൊതുവിൽ LDFന് 2 മുതൽ 4 സീറ്റ് വരെയും ചിലപ്പോൾ ചില ഏജൻസികൾ സീറ്റേ ലഭിക്കില്ല എന്നൊക്കെയുള്ള പ്രവചനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും വടകര എനിക്ക് തോന്നുന്നു ഇടതുമുന്നണി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണല്ലോ. എന്താണ് പൊതുവിൽ മലബാറിലെ രാഷ്ട്രീയ സാഹചര്യം ഇനിയിപ്പോൾ വോട്ടെണ്ണലിന് വേണ്ടി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്ന ഈ മണിക്കൂറിൽ? ഗോപി, വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രമുള്ള ഘട്ടത്തിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ രാഷ്ട്രീയ പാർട്ടികൾ വലിയ വിശ്വാസ്യത കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. പരസ്യമായി അതിനെ സ്വാഗതം ചെയ്യുന്നവർ പോലും രഹസ്യമായി ഇതൊന്നും വിശ്വാസയോഗ്യമല്ല എന്ന് പറയുന്നതാണ് നമുക്ക് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വടക്കൻ കേരളത്തിലെ മലബാറിലെ പൊന്നാനി മുതൽ കാസർഗോഡ് വരെയുള്ള 7 മണ്ഡലങ്ങളും നിലവിൽ UDFനൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ടത് LDFന്റെ അനിവാര്യമായ ഈ പോരാട്ടത്തിലെ ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ഏറ്റവും അടിത്തട്ടിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് ഇടതുമുന്നണി നടത്തിയത്. പക്ഷേ എന്നാൽ UDFനെ സംബന്ധിച്ചിടത്തോളം UDF 2020 എന്ന് പറയുമ്പോൾ മലബാറിലുള്ള നിലവിലുള്ള എല്ലാ സീറ്റുകളെയും ഉറപ്പിച്ച് നിർത്തുക എന്നത് തന്നെയാണ് ഇതിൽ ഘടകമായുള്ളത്. പക്ഷേ എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPയുടെ വോട്ട് ഷെയറിൽ കുറവ് സംഭവിക്കുകയാണെങ്കിൽ അത് UDFന് കൂടുതൽ നേട്ടമാകും. ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ടത് വടകരയാണ്. സംസ്ഥാന തലത്തിൽ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും വലിയ പോരാട്ടം നടക്കുകയും വലിയ രീതിയിലുള്ള പ്രചരണവും പ്രചരണത്തെ തുടർന്നുള്ള കേസുകളും ഒക്കെ നടന്ന ഒരു പ്രദേശമാണ് വടകര. ആ വടകര മണ്ഡലത്തിലെ വോട്ട് ഷെയറിൽ BJP വോട്ട് ഏതെങ്കിലും നിലയിൽ UDFന് മറിയുകയാണെങ്കിൽ ഈ പറയുന്ന എക്സിറ്റ് പോളിലെ ചില എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പറയുന്ന LDFന്റെ മുന്നോട്ട് പോക്കുണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. മാത്രവുമല്ല, ഇന്നലെ ഈ കാര്യം ശൈലജ ടീച്ചർ തന്നെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. BJP വോട്ട് മറഞ്ഞിട്ടുണ്ട് എന്നുള്ള നിലയിലാണ് വിവരങ്ങൾ. അതിലൊരു രാഷ്ട്രീയ സൂത്രവാക്യം കൂടിയുണ്ട്. പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരും. ആ ഉപതെരഞ്ഞെടുപ്പ് BJPക്ക് രാഷ്ട്രീയമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഗുണം ചെയ്യും എന്ന രാഷ്ട്രീയ സൂത്രവാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലോട് വോട്ട് മറിക്കൽ നടന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ പ്രചരണവും പ്രതലവും അതിനൊരുക്കിയത്. ഏതായാലും ഈ മലബാറിലെ മണ്ഡലങ്ങളിലേക്ക് കടക്കുമ്പോൾ പല മണ്ഡലങ്ങളും വയനാടും മലപ്പുറം ഒഴിച്ചുള്ള മണ്ഡലങ്ങളിൽ വിധി പ്രവചനാതീതമായി മാറിയിരിക്കുന്നു. കണ്ണൂരിന്റെയും കാസർഗോഡിന്റെയും കാര്യത്തിൽ ഇടതുമുന്നണി വലിയ പ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ച് സമസ്ത വോട്ട് ഈ പ്രാവശ്യം കൃത്യമായി LDFന് പോൾ ചെയ്യപ്പെട്ടോ, പ്രത്യേകിച്ചും UDFുമായും ലീഗുമായും തർക്കം പരസ്യമായി വന്ന സാഹചര്യത്തിൽ അത് തന്നെയായിരിക്കും ഇവിടെ ഘടകമാവുക. പക്ഷേ വടകരയുടെ കാര്യത്തിൽ ന്യൂനപക്ഷ വോട്ടിന്റെ കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് LDFന് തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നാൽ LDF ഒരു 10,000 വോട്ടിനെങ്കിലും ജയിക്കുമെന്നതാണ് CPIMന്റെ കണക്കുകൂട്ടൽ. ഗോപി, അതാണ് വടക്കൻ കേരളത്തിൽ നിന്നുള്ള വിലയിരുത്തൽ. ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.